വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് കർക്കിടക മാസത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞീൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ കർക്കിടക മാസത്തിൽ നിന്ന് മാത്രമല്ല കേട്ടോ, നമുക്കിത് എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കി കഴിക്കാം. ഹെൽത്തിന് വളരെ നല്ലതാണ്. ചെറിയ കുട്ടികൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണ് ഇത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് പച്ചരി ആവശ്യമായിട്ടുണ്ട്. പച്ചരി എടുക്കാം, അല്ലെങ്കിൽ ഞവര അരിയോ മട്ട അരിയോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പച്ചരി ആകുമ്പോൾ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അതുപോലെ ഞവര അരിയോ അല്ലെങ്കിൽ മട്ട അരിയോ എടുക്കുന്നതായിരിക്കും ഹെൽത്തിന് കൂടുതൽ നല്ലത്. ഇനി അതേ അളവിൽ തന്നെ നമുക്ക് ഉലുവ എടുക്കണം. അപ്പോൾ ഉലുവ ഞാനിത് നല്ലപോലെ കഴുകിയിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉലുവ നല്ലപോലെ ഒന്ന് കുതിർന്ന് കിട്ടണം. ഏകദേശം ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഒന്ന് കുതിർന്ന് കിട്ടണേ. ഇനി പച്ചരി നല്ലപോലെ കഴുകിയിട്ട് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉലുവ കുതിർത്ത വെള്ളത്തോടു കൂടി തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി, അതുപോലെ ഒരു വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളീൻ്റെ അളവ് കൂടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൽ ചെറിയ ഉള്ളീൻ്റെ ആ ഒരു ടേസ്റ്റാണ് മുന്നിട്ടേക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ തേങ്ങേൻ്റെ 2ാം പാലും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു കഞ്ഞിക്ക് പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കണം. തേങ്ങാപ്പാൽ ചേർക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ ഒരു കഞ്ഞി ആദ്യം നമ്മൾ വെന്തതിന് ശേഷം തേങ്ങ ചിരവി ഇട്ടാലും മതി. പക്ഷേങ്കിൽ ഈ ഒരു തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അത്യാവശ്യത്തിന് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളിനി കൂടുതൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ തേങ്ങേൻ്റെ 1ാം പാലും കൂടിയും ചേർത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് തിളക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് പശു നെയ്യിൽ കുറച്ച് ചെറിയുള്ളിയും കൂടി ഇതിലേക്ക് മൂപ്പിച്ചൊഴിക്കുന്നുണ്ട്. ചെറിയുള്ളി ഇതുപോലെ നെയ്യിൽ നല്ലപോലെ വാട്ടിയെടുത്തിട്ട് ഈ ഒരു കഞ്ഞിയിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ ചെറിയുള്ളി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പല ഔഷധ ഗുണങ്ങളും ഉള്ളതാണെന്നുള്ളത്. അതുപോലെ തന്നെ ഒരു 5-6 കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇതും കൂടിയും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് രാത്രിയിൽ ഹെൽത്തി ആയിട്ട് ഡിന്നറൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതുപോലൊരു കഞ്ഞി തയ്യാറാക്കിയാൽ മതി. ഇനിയിപ്പോൾ കർക്കിടക മാസത്തിലാണെങ്കിൽ നമുക്ക് ഉലുവക്കഞ്ഞി എന്ന് പറഞ്ഞിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഉലുവേൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഉലുവേൻ്റെ കയ്പ്പ് നമ്മൾ അധികം അറിയയില്ല. അപ്പോൾ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞി വളരെ സിമ്പിളായിട്ട് തയ്യാറെടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തയ്യാറാക്കാനും ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്.